അപകടം നാട്ടിലുണ്ടാവില്ലേ? ഇവിടെ ഉണ്ടായില്ലേ? തൊട്ടടുത്ത പിന്നെ നമ്മുടെ കർണാടകയിൽ ഇപ്പോൾ ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞപ്പോൾ മരിച്ചില്ലേ ആൾക്കാർ? മരിച്ചില്ലേ കർണാടകയിൽ? അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? ഏതാ പാർട്ടി? കർണാടകയിൽ റോഡില്ലേ? അവിടെ കോൺഗ്രസ് ഇറങ്ങിയോ? കൊടി പിടിച്ചോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തല്ലേ അതുണ്ടായത്? കൊടി പിടിച്ചോ? അതൊരു അപകടം ഉണ്ടാവുമ്പോൾ ഇനി അപകടം ആവർത്തിക്കാതിരിക്കുക, അതിൽ പെട്ടവരെ സഹായിക്കുക, അതിനല്ലേ നിൽക്കുക. ഇതിവിടെ ഒരു അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം പിണറായി എന്ന നിലയിൽ കൊണ്ടുവരികയാണ്. ഒരു ആന നാട്ടിക്കിറക്കിയാൽ, ആന കാട്ടിൽ നിന്ന് നാട്ടിൽ വന്നാൽ അപ്പോ പിണറായി. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, അത് തെച്ചിക്കോട്ടുകാവ് എന്താ? ഗുരുവായൂർ കേശവൻ, അത് ഗുരുവായൂർ അമ്പലത്തിന്റെ. പാറമേക്കാവ് ശിവൻ, അത് പാറമേക്കാവിന്റെ. കാട്ടിലാന പിണറായിന്റെ. മനസ്സിലായില്ലേ? കാട്ടാനിന്റെ പിണറായി വക. ഈ ജാതി രാഷ്ട്രീയമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ VD സതീശനും UDF-ഉം കൂട്ടുകാരും. വളരെ വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരമില്ല എന്ന് കരുതരുത്. നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ കുറച്ച് പത്രക്കാരെ എഴുതി വയ്ക്കും, മാധ്യമങ്ങൾ എഴുതും, മാധ്യമങ്ങൾ നിങ്ങൾക്ക് പ്രോത്സാഹനം തരും. നിങ്ങളുടെ ഈ കളവിനെ അവർ കൂട്ടു നിൽക്കും. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഇല്ല, അങ്ങനെ കരുതരുത്. കുറച്ചാൾക്കാരെ ഞാൻ ഒന്ന് നോക്കി. ചില മാധ്യമങ്ങൾ നല്ല നിലയിൽ തന്നെ ഈ തെറ്റായി രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അപകടങ്ങളെ, വന്യജീവികളുമായി ബന്ധപ്പെട്ട തകരാറുകൾ, വിഷയങ്ങളെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് മാതൃകാപരമായി മുഖപ്രസംഗം എഴുതിയ പത്രങ്ങൾ ഇന്ന് ഞാൻ രാവിലെ വായിക്കേണ്ടായി. നല്ല കാര്യം, അത് നല്ല കാര്യം അവർ പറഞ്ഞാൽ നല്ലത് തന്നെയാണല്ലോ. എന്നാൽ കുറേ ആളുകൾ, നമുക്കെല്ലാം അറിയാം, ഇവരുടെ എല്ലാ തെറ്റിനും വെള്ള പൂശി കൊടുക്കുകയാണ്. അവർ രംഗത്തുണ്ട്, പതിവ് പോലെ രംഗത്തുണ്ട്. പക്ഷെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് കോൺഗ്രസ് എടുക്കുക നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല നിങ്ങൾ പെരുമാറേണ്ടത്. നാടിന്റെ വികസനം ഉണ്ടാകുമ്പോൾ അതിനെ തടസ്സം ഉണ്ടാക്കുന്ന പെരുമാറ്റം ഉണ്ടാകരുത്. ഇവരുടെ എല്ലാ പെരുമാറ്റവും അങ്ങനെയാണ്. ഇപ്പൊ ദേശീയപാതയിൽ പണി നടക്കുമ്പോൾ കുറച്ച് ഭാഗം ഇടിഞ്ഞാടിയല്ലോ. ഇപ്പൊ ദേശീയപാതയിൽ ഇടിഞ്ഞാടിയപ്പോൾ ഇവർക്ക് സന്തോഷമായി. പണി കഴിഞ്ഞിട്ടില്ല, പണി പൂർത്തീകരിച്ചിട്ട് ഇടിഞ്ഞാണ്ടെന്നും പണി നടക്കുമ്പോൾ ഇടിഞ്ഞാണ്ടെന്നും ഒരു അത് രണ്ടാ. അവിടെ ഇടിഞ്ഞു ചാടിയപ്പോഴേക്കും സന്തോഷമായി, കിട്ടിപ്പോയി. കാരണം എന്താ? ആ ദേശീയപാത 6 വരി പാത പോണതിൽ സങ്കടപ്പെട്ട് നടക്കുക. ഈ പാത പൂർത്തീകരിക്കരുത് എന്നാണ് ഇവരുടെ ചിന്ത. മനസ്സിലായെങ്കിൽ? അങ്ങനെ ഒരു പാത ഉണ്ടാക്കാൻ കോൺഗ്രസ് ഭരിച്ച ഒരു കാലത്തും പറ്റിയിട്ടില്ല. ഇതിന് ഈ പണി എവിടെ പറ്റില്ല, സ്ഥലമില്ല, വീതിയില്ല, ഒന്നും കിട്ടൂല, അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്നും പറഞ്ഞ് പൂട്ടിപ്പോയതാണല്ലോ കോൺഗ്രസ്. അത് കോൺഗ്രസ് പൂട്ടിയത് തുറന്ന് സ്ഥലം കേരളത്തിലുണ്ട് എന്ന് തെളിയിച്ച് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനായ സമരം നടത്തിയത് അവസാനിപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങളിൽ ഇടപെട്ട് റോഡ് പണി ഏതാണ്ട് 80% പൂർത്തീകരിച്ച് അടുത്ത ഡിസംബർ 31 മുമ്പ് 6 വരി റോട്ടിലൂടെ നമ്മളെ വാഹനങ്ങൾ പോവും എന്നത് സന്തോഷപൂർവ്വം, ഏറ്റവും കൂടുതൽ വാഹനമുള്ള കേരളത്തിൽ, ഏറ്റവും കുറവ് നല്ല റോഡുള്ള കേരളത്തിൽ അത് പൂർത്തീകരിക്കുന്നു എന്നുള്ളതിനെ നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇവരെന്താ നോക്കണേ? ഇത് വരരുതെന്നാ. ഈ കേരളത്തിൽ നടക്കുന്ന നല്ല വികസനങ്ങൾ ഒന്നും നടക്കരുത് എന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ പൊതു പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന, മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പൊ കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾക്ക് നല്ല നിലയിൽ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കളവ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ വിജയങ്ങൾ നേടാനുള്ള കോൺഗ്രസിന്റെ പരിശ്രമത്തെ ജനം നിരാകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. മനസ്സിലായില്ലേ? വലിയ കുറെ ചിത്രം വെച്ചതുകൊണ്ട് UDF ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിലമ്പൂര് ജയിക്കൂല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. രാഷ്ട്രീയ ജനങ്ങൾ പരിശോധിക്കും. ആ രാഷ്ട്രീയ പരിശോധനയിൽ പിടിച്ചു നിൽക്കാൻ UDF-ന് സാധിക്കില്ല. വികസനമാണ് ചർച്ചാ വിഷയമെങ്കിൽ പിടിച്ചു നിൽക്കാൻ UDF-ന് സാധിക്കില്ല. സാധാരണക്കാരനെ സഹായിക്കുന്ന കർമ്മ പദ്ധതികളാണ് പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ പിടിച്ചു നിൽക്കാൻ UDF-ന് സാധിക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ കളവും ചതിയും വഞ്ചനാ പ്രയോഗവും UDF ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ന്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇത് ഒരു ഗൂഢാലോചനയിലൂടെ
നടപ്പിലാക്കുകയാണ്. അല്ലെങ്കിൽ ഈ വഴിതടയൽ സമരത്തിന്റെ മുന്നിലേക്ക് വലിയ നേതാക്കന്മാർ വരില്ലല്ലോ. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഇവര് പല നിഗൂഢ പദ്ധതികളും ആവിഷ്കരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കുക, സംഘർഷ നിർഭരമായ അന്തരീക്ഷം ഉണ്ടാക്കുക. അതിലേക്ക് മാധ്യമ പിന്തുണ കൂടി സമാർജിച്ചാൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാം എന്നാണ് ഇവർ കരുതുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇത് നിർത്തുന്നതാണ് നല്ലത്. ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തനമല്ല പന്നിക്കണി എന്ന കാര്യം കോൺഗ്രസ്സുകാര് വൈകിട്ടെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്.